ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിനെ കനത്ത തിരിച്ചടി കൊടുത്ത് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറുന്നു. ഇന്ന് BJP ആസ്ഥാനത്തവരെത്തി ഔദ്യോഗികമായി അംഗത്വം സ്വീകരിക്കുമെന്ന് അറിയുന്നു. ഇന്നലെ JP നദ്ദ ഉൾപ്പെടെ ദേശീയ നേതാക്കന്മാരുമായി ഇവർ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. BJP-യിലേക്ക് ഇല്ലെന്ന് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ്, അത് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പിൻവലിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. എന്തായാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് BJP ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പത്മജ വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. അതിനുശേഷം BJP കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ BJP-യിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് പത്മജ വേണുഗോപാൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും വൈകിട്ടോടുകൂടി തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു നിലപാട് പത്മജ വേണുഗോപാൽ സ്വീകരിച്ചു. മാത്രമല്ല ഫേസ്ബുക്ക് ബയോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറ്റി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്ന് അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസിനോട് വിട്ട് BJP-യിലേക്ക് ചേക്കേറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പത്മജ വേണുഗോപാൽ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് പത്മജ വേണുഗോപാൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ BJP ആസ്ഥാനത്തെത്തി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ആസ്ഥാനത്താണ്. എന്തായാലും രാവിലെ 11 മണിക്കാണ് ഇത്തരമൊരു BJP-യിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ അത് BJP-യിലേക്ക് ചേക്കേറുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാനത്ത് BJP-യും അതോടൊപ്പം തന്നെ CPM-ഉം അത് വലിയ തരത്തിലൊരു പ്രചാരണം സൃഷ്ടിക്കും. കാരണം സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ് K. കരുണാകരൻ. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന നേതാവിന്റെ മകൾ തന്നെയാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. അത് വലിയ തരത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് ആകുന്നവർ നാളെ BJP-യിലേക്ക് എന്ന CPM പ്രചരണത്തിന് കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു നടപടി കൂടിയാകും പത്മജ വേണുഗോപാൽ ഇന്ന് BJP-യിലേക്ക് ചേരുന്നത്. എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ സഹോദരൻ K. മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. അതടക്കമുള്ള സാഹചര്യം പരിശോധിച്ചാൽ കോൺഗ്രസ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നടപടി തന്നെയാകും. എന്തായാലും 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും 2021 തൃശൂർ നിയമസഭാ മണ്ഡലത്തിലും പത്മജ വേണുഗോപാൽ മത്സരിച്ചിരുന്നു. പക്ഷേ പരാജയമാണ് നേരിട്ടത്. ആ പരാജയത്തിൽ പലപ്പോഴും പത്മജ വേണുഗോപാൽ പഴിച്ചത് അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയായിരുന്നു. അതും അതോടൊപ്പം മറ്റു പല കാരണങ്ങൾ, പ്രത്യേകിച്ചും രാജ്യസഭാ സീറ്റ് നൽകുന്നത് സംബന്ധിച്ചൊരു രാജ്യസഭാ സീറ്റ് പത്മജ വേണുഗോപാൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ ലീഗിൽ നൽകാനൊരു ധാരണയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല K. കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ അത് നിർമ്മാണം വൈകുന്നതും ഈ ഒരു തീരുമാനത്തെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങളാൽ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ച പാലിച്ചിരുന്നു. മാത്രമല്ല കനത്ത ഒരു നിരന്തരമായിട്ടുള്ള അവഗണന നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ BJP-യിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിക്കായിരിക്കും BJP പ്രവേശനം. ഇതിന് മുന്നോടിയായി തന്നെ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഉത്തരേന്ത്യയിലടക്കം മറ്റു പല സംസ്ഥാനങ്ങളിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം BJP-യിലേക്ക് ചേരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP-യിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നീക്കം BJP നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ഒരു മുതിർന്ന നേതാവിനെ അത് BJP-യിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളടക്കം BJP ഇത് വലിയ തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ കൊണ്ടുവരും. മാത്രമല്ല ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക BJP പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഏതാനും സീറ്റുകൾ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥി പട്ടികയിലും ഇടം പിടിക്കാനുള്ള സാധ്യത ഇതോടുകൂടി ഏറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP-യും CPM-ഉം കാണുന്നത്. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കുറച്ചു കാലമായി യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ആളുകളെ ചില ഓഫറുകളൊക്കെ നൽകി BJP-യിലേക്ക് വലിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ചില നേതാക്കന്മാരുമായിട്ട് ഇപ്പോഴും BJP ചർച്ച നടന്നു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളെന്ന് അറിയുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൽ പല ആളുകളും മന്ത്രിമോഹവുമായിട്ടാണ് BJP-യിലേക്ക് ചേക്കേറുന്നത്. കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞാൻ അത്ഭുതം കൂറുകയാണ്. ചിലപ്പോൾ 10-15 കേന്ദ്രമന്ത്രിമാരെ നമുക്ക് കാണേണ്ടി വരുമെന്നുള്ള സംശയമുണ്ട്. വലിയ വലിയ നേതാക്കന്മാരെയാണ് ഇവർ BJP ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം മറ്റു വഴികളില്ല. രാഷ്ട്രീയ അഭയം എന്ന രീതിയിൽ BJP-യിലേക്ക് ചേക്കേറുക മാത്രമാണ് കരണീയമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കന്മാർ. അതിൽ തന്നെ ചില ആളുകൾ മറ്റൊരു മാർഗവുമില്ല, പൊതുജനങ്ങൾ എന്ത് പറയും, തൻ്റെ മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ പറ്റില്ല, ഇങ്ങനെ ചില പരിഗണനകൾ കൊണ്ട് മാത്രം കോൺഗ്രസിൽ തുടരുന്ന ചില ആളുകളുണ്ട്. ഇവരിലൊക്കെ തന്നെ ഒരു ഇളക്കമുണ്ടാക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ആദ്യം ഫേസ്ബുക്കിലൂടെ താൻ BJP-യിലേക്കല്ല എന്ന് പത്മജ വേണുഗോപാൽ നിഷേധിച്ചെങ്കിലും JP നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചില ഉറപ്പിൻ്റെ മേൽ ഇന്ന് ഔപചാരികമായി BJP-യുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നതും.